ഞാനൊരു വോയിസ് ഒരു ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ചെറിയ ഷോർട്സാണ്, നമ്മൾ എല്ലാവരും പരിചയമുള്ള ഷോർട്സാണ്. ബസ്സിലെ കണ്ടക്ടർ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ വോയിസ് പിന്നെ അറിയാലോ, PMA ഗഫൂർ മാസ്റ്ററാണ്. അപ്പോൾ ആ വോയിസ് ഇട്ടതിനെ കുറേ ആ വീഡിയോ കണ്ടത് 25 ലക്ഷം ആളുകളാണ്. അപ്പോൾ അതിൽ കുറേ കമൻറ്റ് വന്നതിൽ ആ കമൻറ്റിൽ കൂടുതൽ ആൾക്കാർ ചോദിക്കണം എന്താ വെച്ചാൽ, ഏത് ബസ്സിലാണ് അങ്ങനെ ടിക്കറ്റ് എടുത്തത് മെഷീനിൽ കാണിക്കുന്നത്, ടിക്കറ്റ് എടുക്കാത്തത് മെഷീനിൽ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയാം. പിന്നെ ഇയാൾ ആരാണ്, ഇയാൾ പറയുന്നതൊന്നും വലിയ ശരിയുള്ള കാര്യങ്ങളല്ല, ഇയാൾ പച്ചക്കള്ളാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ. അപ്പോൾ ആ വീഡിയോ പിന്നെ 26 ലക്ഷം ആളുകൾ കണ്ട വീഡിയോ അതിൽ കാണുന്നില്ലല്ലേ. 26 ലക്ഷം ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുമ്പോൾ, PMA ഗഫൂർ മാസ്റ്റർ ആണെങ്കിലും ആരതാണെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുമ്പോൾ അതിലെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ ആ ആളോട് ഒരു വിരോധം ഉണ്ടാവും. ഇപ്പോൾ പള്ളിയിൽ അച്ഛനാ പറയുന്നതെങ്കിൽ മറ്റൊരാൾ കുറച്ച് ആളുകൾക്ക് അത് വിഷയം ഉണ്ടാവും, അത് ശരിയുള്ള കാര്യമല്ല, വിമർശനങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ മനുഷ്യരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ സ്വാമി ആയാലും ഈ പറഞ്ഞ മാതിരി പള്ളിയിൽ അച്ഛനായാലും ഒരു മുസ്ലിയാരാണെങ്കിലും ഒക്കെ അവർ പറയുന്ന കാര്യങ്ങളിലെ കണ്ടന്റ് ആദ്യം മനസ്സിലാക്കണം. ചിലപ്പോൾ അതൊരു മിഥ്യാ കഥയായിരിക്കാം, പക്ഷെ ആ പറയുന്നത് എന്താണ്, ഈ വോയിസ് തന്നെ പറയുന്നത് ഒരാൾ ടിക്കറ്റ് എടുത്തില്ല, അയാൾ കണ്ടക്ടർ കുറേ വിളിച്ച് ചോദിച്ചു ആരും ടിക്കറ്റ് എടുക്കാത്ത ചോദിക്കുന്നുണ്ട്, ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെയാണ് ലാസ്റ്റ് ഒരാളിൽ ഉറങ്ങുന്ന കാണുന്നത്. അപ്പോൾ അയാളെ പോയി തട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാളാണ് ടിക്കറ്റ് എടുക്കാത്ത ആള്. കണ്ടക്ടർ അയാളെ ചീത്ത പറയുന്ന എല്ലാവർക്കും അറിയാം, കുറേ നേരം അയാളെ വിളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അയാൾ ചീത്ത പറഞ്ഞില്ല, അയാളുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പിന്നീടും പറയുന്നുണ്ട്, അയാൾ ചിലപ്പം അയാളുടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടാവും, അവിടെ രാത്രി കൂട്ടിരുന്നിട്ട് ചിലപ്പം വരുന്നതായിരിക്കും, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാവാം എന്നൊക്കെ പറയുമ്പോൾ ആ ആളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദയ, ഒരു ദാക്ഷിണ്യം, ആ കഥയാണത്. ആ കഥയോട് കൂടിയാണ് നമ്മൾ വീക്ഷിക്കേണ്ടത്, ആര് പറയുന്നു എന്നുള്ളതല്ല. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പിന്നെ ഏത് ബസ്സിലാണ് ഏത് മിഷനിലാണ് അറിയുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണ്, നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ നല്ല മനുഷ്യനാകുക, നല്ല സ്വഭാവമുള്ള ആളാകുക, നല്ല വൃത്തിയിൽ സംസാരിക്കുക, സ്നേഹത്തോടു കൂടി സംസാരിക്കുക, സ്നേഹം പ്രകാശവും ഒക്കെ പറഞ്ഞ് പന്തലിച്ച് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, നമ്മുടെ ഈ ലോകം വിശാലമാകട്ടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.